മോഡലിംഗും ഷോർട്ട് ഫിലിമും സിനിമയുമൊക്കെയായി സജീവമാണ് രേണു സുധി എന്ന്. ബിഗ് ബോസിലും മത്സരിച്ചതോടെ നിരവധി അവസരങ്ങളാണ് തന്നെ തേടിയെത്തിയത് എന്ന് രേണു തന്നെ വ്യക്തമാക്കിയിരുന്നു. വിദേശത്തടക്കം ഉദ്ഘാടന പരിപാടികളിലേക്ക് രേണുവിനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായി താരം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു സുധിയെന്നും നെഗറ്റീവ് കമന്റുകൾ പൊതുവെ ഞാൻ ശ്രദ്ധിക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ അതൊക്കെ നോക്കാറുള്ളൂ എന്ന് രേണുവും വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രൈഡൽ ലുക്കിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും രേണുവിന്റേതായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. അതേസമയം വീണ്ടും വിവാഹിതയാവാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന ചോദ്യത്തിന് രേണു മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ചിലപ്പോൾ ഒരു വിവാഹം കൂടെ കഴിച്ചേക്കാം എന്നായിരുന്നു അന്ന് രേണു നൽകിയ മറുപടി. ഇപ്പോൾ ഇതാ വിവാഹ കാര്യത്തിലും വീടുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടിയുമായിട്ട് എത്തിയിരിക്കുകയാണ് രേണു. 2 വർഷം കഴിഞ്ഞ് ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ പോലും ആ വീട്ടിനകത്ത് ഞാൻ എന്തായാലും നിൽക്കില്ല, കല്യാണം കഴിക്കുന്ന ആളെയും നിർത്തില്ല. ഫിറോസിക്ക അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. കല്യാണം കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ആ വീട്ടിൽ നിൽക്കേണ്ട ഒരു ഗതി എനിക്കുണ്ടാകില്ല. അങ്ങനെ ഞാൻ ചെയ്യുകയുമില്ല. എന്റെ പേരിൽ സത്യം പറഞ്ഞാൽ വീടൊന്നുമില്ല, സ്ഥലവുമില്ല. ഞാൻ എങ്കിലും അധ്വാനിച്ച് വാടക കൊടുത്തിട്ടാണെങ്കിലും ആ വീട്ടിൽ കഴിയാനുള്ള യോഗം മതി എനിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ ഓർത്താണ് ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ കുഞ്ഞ് ചെറിയ കുട്ടിയാണ്, അവന് പ്രായമൊന്നും ആയിട്ടില്ല, പക്വതയുമില്ല. മൂത്ത കുട്ടി വലുതായി, അവൻ കൊല്ലത്താണ് നിൽക്കുന്നത്. എന്നാൽ എന്റെ ചെറിയ മകനെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും കേട്ടിട്ടും എനിക്കത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. സുജിച്ചേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് മാറിയത്. ഇനിയും പഴയതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. എന്തിനാണ് കെട്ടുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, നിങ്ങൾ അതിലൊന്നും ഇടപെടേണ്ട എന്നാണ് രേണു സുധി ഇപ്പോൾ പറയുന്നത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനും മിമിക്രി കലാകാരനുമായിരുന്നു കൊല്ലം സുധി. 1 വർഷം മുൻപാണ് കൊല്ലം സുധി മരണപ്പെട്ടത്. മിമിക്രി കലാകാരനും നടനുമായിരുന്ന കൊല്ലം സുധി പരിപാടി കഴിഞ്ഞു വരുന്ന വഴിയിൽ വെച്ചുണ്ടായ വാഹനാപകടമാണ് മരണത്തിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉപജീവന മാർഗമായി അദ്ദേഹത്തിന്റെ ഭാര്യയായ രേണു സുധി തിരഞ്ഞെടുത്തത് അഭിനയവും മോഡലിംഗും ഒക്കെയായിരുന്നു. അഭിനയത്തിലേക്കുള്ള മോഡലിംഗിലേക്കുള്ള നടിയുടെ വരവ് വെറുതെയായില്ല. ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് രേണുവിനെ തേടിയെത്തിയത്. ഇന്ന് രേണുവിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. രേണുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയാൻ മറക്കരുത്.